സൂംബെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ചില നിലപാടുകളിൽ ചില ഭയപ്പെടുത്തലൊക്കെ വന്നിട്ടുണ്ട് സംഘടനകളുടെ ഭാഗത്ത്. ഒരു സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് തീരുമാനിക്കും. അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ്. എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല. ഇതിൽ ഈ സൂംബ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതിനെ സംബന്ധിച്ചിടത്തോളം ഉടനെ വിഭാഗം കുട്ടികൾ മിക്സഡ് ആയിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല, അതൊരു വിവാദം. കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്കൂൾ യൂണിഫോമത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ PTA ആണ് തീരുമാനിക്കുന്നത്. അല്ല വേറെ ആർക്കും ആജ്ഞാപിച്ചാൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല. ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല. ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ നടത്താതിരിക്കും, അതിനൊരു സംശയമില്ല. ന്യായമായ ദിവസങ്ങളിൽ. അതേസമയത്ത് കഴിഞ്ഞ പരീക്ഷ സമയത്ത് ഒരു കൂട്ടം എന്റെ അടുത്ത് വരികയാണ്, ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല. ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പേപ്പറും പേനയും തൊടുവില്ല എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. കേരളത്തിലെ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. നമ്മളെല്ലാവരും സഹകരിക്കുന്ന സമീപനം എടുക്കേണ്ടതാണ്. എന്നാൽ ന്യായമായ ഏതെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സന്നദ്ധമാണ്. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളാകെ തന്നെ എതിർക്കുന്ന സമീപനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അധ്യയന സമയം വർദ്ധിപ്പിച്ച കാര്യത്തിൽ, സ്കൂൾ യൂണിഫോം മാറ്റുന്ന കാര്യത്തിൽ, മിക്സഡ് സ്കൂളുകളുടെ കാര്യത്തിൽ, അങ്ങനെ എല്ലാത്തിലും ചില സംഘടനകൾ മാത്രമാണ് അഭിപ്രായം പറയുന്നത്. അത് അഭിപ്രായം അവർ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അഭിപ്രായം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദപരമായും നമ്മൾ സഹകരിച്ചു പോവുകയല്ലേ. ഇനി അവരോട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. നമുക്കൊരു വിരോധവുമില്ല. ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂനപക്ഷത്തോട് എടുത്തിരിക്കുന്ന നയത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്ഭവനുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്ത് നൽകിയത് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകുന്നു. മന്ത്രി ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല എന്ന് താങ്കളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും രാജ്ഭവൻ ഒരു മറുപടിയും മറ്റു കാര്യങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. താങ്കൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണല്ലോ. അല്ല, മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഗവർണർ പ്രോട്ടോകോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ RSSന്റെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല. RSSന്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിൽ പ്രവർത്തിക്കുകയാണ്. അവരാണ് ഈ കാര്യങ്ങളാകെ തന്നെ നിയന്ത്രിക്കുന്നത്. ഗവർണറെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതും ഇവരാണ്. അന്ന് ഈ യൂണിവേഴ്സിറ്റി സെനറ്റുകളിൽ തന്നെ ഒരു നിർജീവമായി കിടക്കുന്ന ഒരു സംഘടനയുടെ പേരിലാണ് ഒരു പ്രോഗ്രാം നടത്തിയത്. അതും ഈ RSSന്റെ കൊടിവെച്ചേക്കുന്ന സഹോദരിയുടെ പടം എടുത്തുകൊണ്ട് അവിടെയും കൊണ്ട് വച്ചു.
ഞാൻ അവിടെ രാജഭവനിൽ ഈ ചടങ്ങിന് വേണ്ടി ചെന്ന അവസരത്തിൽ ഈ പടം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണല്ലോ ഭരണഘടനാപരമായി. അപ്പൊ ഭരണഘടനാ ലംഘനം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഞാനവിടെ പൂർണ്ണമായിട്ട് ഇരുന്നിരുന്നുവെങ്കിൽ അത് ഭരണഘടനാ ലംഘനമായി മാറുമായിരുന്നു. ഞാൻ ഭരണഘടനയെ ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാക്കൌട്ട് നടത്തി പുറത്തു പോയി. അത് ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലെ സൂംബ, ഫുട്ബോള്, വോളിബോള്, യോഗ, പിന്നെ നീന്തല്, എല്ലാ ഇനങ്ങളും എല്ലാ സ്കൂളുകളിലും ഉണ്ടല്ലോ. അതിൽ ഓരോരുത്തർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് പങ്കെടുക്കാം. അതല്ല പ്രത്യേകിച്ച് മാൻഡേറ്റ് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. അത് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് പരിശോധിക്കട്ടെ. ഒരു മതേതരത്വ രീതിയുള്ള സംഘടനകൾക്ക് ചടങ്ങ് നടത്താൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ വകുപ്പിലല്ലെങ്കിൽ പോലും ഈ നഗരത്തിനകത്ത് ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടുത്തെ ഒരു ഡോക്ടറാണ് ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന പേരിൽ ഒരു വിവാദപരമായിട്ട് പോസ്റ്ററൊക്കെ വെച്ചത്. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞൊക്കെയാണല്ലോ.